ഹലോ ഓൾ വെൽക്കം ടു ദി മൈക്രോ എക്കണോമിക്സ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിക്സിന്റെ സിലബസിൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെയുള്ള ഒരു ടോപ്പിക് ആണ് മൈക്രോ എക്കണോമിക്സ്. അപ്പൊ വളരെ എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ആയതും എന്നാൽ കോംപ്ലിക്കേറ്റഡുമായ പല രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു മേഖലയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇഫ് ദ കൺസ്യൂമർ indifferent prefers or indifferent between two bundles, we say that she is what? Yeah, she is weakly prefers. Okay, അപ്പോൾ ഒരു കൺസ്യൂമർ ഇൻഡിഫറെന്റ് ആണ്. ഓക്കെ, ഇൻഡിഫറെന്റ് ആണ് എങ്കിൽ എന്താണ്? Yeah, weakly prefers ആണ്. So they are revealed preference ആണെങ്കിലോ? Yeah, they are strongly prefers എന്ന് നമുക്ക് പറയാം. Okay, next, Hicksian demand function is sometimes called as compensated demand function. Okay, Hicksian demand function എന്താണ്? Compensated demand function എന്നാണ് അറിയപ്പെടുന്നത്. So മാർഷേലിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ, ഓപ്ഷൻ ബി മാർഷേലിയൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ മാർഷേലിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? അൺകോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഹിക്സിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് കോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻ, മാർഷേലിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് എന്ത്? അൺകോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോ ഈ അൺകോമ്പൻസേറ്റഡ് ഡിമാൻഡ് ഫംഗ്ഷനിൽ ടോട്ടൽ പ്രൈസ് എഫക്റ്റ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ പ്രൈസ് എഫക്റ്റ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഹിക്സിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ ആണെങ്കിലോ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. ഈ ഹിക്സിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ അതർവൈസ് നോൺ ആസ് കോമ്പൻസേറ്റഡ്. ഓക്കെ, വേറൊരു പേരും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് ഡ്യുവൽ ഡിമാൻഡ്. ഹിക്സിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ ഡ്യുവൽ ഡിമാൻഡ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ചിലപ്പം ഡ്യുവൽ ഡിമാൻഡ് എന്ന രീതിയിൽ ചോദിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ തരാം, ഹിക്സിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ സംടൈം ഈസ് കോൾഡ് ആസ് ഓപ്ഷൻ എ compensated, B dual demand, and C both A and B, then D uncompensated. ഇങ്ങനെ തരാം. അപ്പോൾ both A and B ഡ്യുവൽ ഡിമാൻഡ് എന്നും കോമ്പൻസേറ്റഡ് ഡിമാൻഡ് എന്നും അറിയപ്പെടുന്ന ഹിക്സിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഡസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ? നമുക്കറിയാലേ എന്താണ്? റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ചേഞ്ചസ് പ്രൈസിലുള്ള ചേഞ്ചസിനോട് ഡിമാൻഡിന്റെ റെസ്പോൺസീവ്നെസ് ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ റെസ്പോൺസീവ്നെസ് ആണ് എന്താന്ന് പറയുന്നത്? പ്യൂർലി പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ്, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ഇൻ വിച്ച് കൺസ്യൂമർ വിഷ് ടു എക്സ്ക്ലൂസീവ് ഓർ യുണീക് ഗുഡ്. ഇപ്പൊ നമുക്കറിയാം, ഓപ്ഷൻ എന്ന് പറയുന്നത് എ ബാൻഡ് വാഗൻ, ബി ആണ് കറക്റ്റ്. സ്നോബ് എഫക്റ്റ് ആണ് ഇവിടെ. ഓപ്ഷൻ എയിൽ ബാൻഡ് വാഗൻ കൊടുത്തിട്ടുണ്ട്, സ്നോബ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, വെബ്ലൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ എന്താണ്? നമുക്കറിയാം രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബി ഇൻ ഫാഷൻ ഓർ സ്റ്റൈൽ ഓർ ബിക്കോസ് എവ്രി വൺ ഹാസ് ഇറ്റ്. എല്ലാവരും വാങ്ങുന്നു അല്ലെങ്കിൽ എല്ലാവരും അത് ഉപയോഗിക്കുന്നു, സോ എനിക്കും അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് പറയുന്നത് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. അപ്പൊ ആ പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി വരുന്നതാണ് എന്ത്? ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ടു ബി ഇൻ സ്റ്റൈൽ ഓർ ഫാഷൻ ബിക്കോസ് എവ്രി വൺ ഹാസ് ഇറ്റ്. ദെൻ വാട്ട് അബൌട്ട് ദി സ്നോബ് എഫക്ട്? സ്നോബ് എഫക്ട് മീൻസ് എന്താണ്? ഇറ്റ്സ് എ യുണീക്നെസ്. അതായത് എല്ലാ ഇൻഡിവിജ്വൽ മേടിക്കുന്നു, പക്ഷെ എനിക്കത് എല്ലാവരും മേടിക്കുന്നു, ഞാൻ അത് മേടിക്കുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയും. ഡിസൈഡ് ടു പോസസ് എ യുണീക് ഐറ്റം ഓർ എ പ്രസ്റ്റീജ് വാല്യൂ ഓർ എക്സ്ക്ലൂസീവ് ഓർ യുണീക് ഗുഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് വെബ്ലൻ എഫക്ട് ഇസ് ഓൾസോ ക്ലാസിഫൈഡ് അണ്ടർ നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. ഓക്കെ, അതെന്താണ് വെബ്ലൻ എഫക്ട് എന്ന് പറഞ്ഞാൽ? ഷോയിങ് of others that they can afford to pay for a higher price goods even though the cheap substitutes are available. cheap substitutes available ആണെങ്കിൽ പോലും ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിക്കുകയാണ് അല്ലെ. ഒരു കോൺസ്പിഷ്യസ് കൺസംഷൻ ആണ്, അല്ലെങ്കിൽ കോൺസ്പിക്യസ് കൺസംഷൻ ആണ് ഇതെന്ന് പറയുന്നത് നമ്മളുടെ വെബ്ലൻ എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, തോസ്റ്റീൻ വെബ്ലൻ ആണ് ഈ വെബ്ലൻ എഫക്റ്റ് അല്ലെങ്കിൽ വെബ്ലൻ ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇത് കുറച്ചും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മൈക്രോ എക്കണോമിക്സിൽ നിന്നും നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പാർട്ടാണിത്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ,
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. For complementary goods, cross elasticity of demand will be negative. Complementary goods in the cross elasticity of demand negative ആണ്. Then what about the substitute goods? Yeah, substitute goods in the case complementary cross elasticity എന്താണ് എപ്പോഴും പോസിറ്റീവ് ആണ്. So for complementary goods, cross elasticity of demand is negative. For substitute goods, cross elasticity of demand will be positive. Okay. Next, a firm will break even. എപ്പോഴാണ് ഒരു ഫേം ബ്രേക്ക് ഇവനിൽ എത്തുന്നത്? യെസ്, ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ആണ്. ദെൻ ഫേം എപ്പോഴാണ് ഷട്ട് ഡൗണിൽ എത്തുന്നത്? യെസ്, AR അല്ലെ, ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം? ആ ഫേം ഷട്ട് ഡൗൺ പോയിന്റ് ആണ്. ആ ഫേമിന്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ് TR ഇസ് ഈക്വൽ ടു TC. അതിനെ നമ്മൾ എന്തെന്ന് പറയും? നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ എന്ന് പറയും അല്ലേ? നോർമൽ പ്രോഫിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് സബ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ എന്ന് പറയും. ഈ പോയിന്റിലാണ് ഫേമിന്റെ ബ്രേക്ക് ഇവൻ, ആ ഫേം ബ്രേക്ക് ഇവൻ ആവുന്നത്. നെക്സ്റ്റ് is, which of the model of oligopoly it is assumed that a firm believe that their rival will continue to produce the same output irrespective of the output produced by the firm? That is Cournot's ആണ്. സോ ഇവിടെ ഓപ്ഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. സോ A കിങ് ഡിമാൻഡ് കർവ് മോഡൽ, B പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് C Cournot's. സോ Cournot's മോഡൽ ആണ് എന്ത് അസ്യൂം ചെയ്യുന്നത്? Yeah, the firm believe that their rival will continue to produce the same output irrespective of the output produced by the firm. Okay. Next, which is the following statement about the relationship between marginal cost and average cost is correct? So correct option എന്ന് പറയുന്നത് C ആണ്. When MC exceeds AC, that is MC is greater than AC, MC must rise. Okay. So when AC is rising, MC greater than AC. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള എന്താണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ ഇതും MCയും ACയും തമ്മിലുള്ള റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതും നിങ്ങൾ പഠിക്കണം. അതായത് എപ്പോഴാണ് AC ഫോളോ ചെയ്യുന്നത്? MC ലെസ് ദാൻ AC ആകുമ്പോൾ AC ഫോളോ ചെയ്യും. MC ഗ്രേറ്റർ ദാൻ AC ആകുമ്പോൾ AC റൈസ് ചെയ്യും. ദെൻ മിനിമം പോയിന്റ് ഓഫ് AC എന്താണ്? MC ഈക്വൽ ടു AC ആയിരിക്കും. ഓക്കെ, അറ്റ് മിനിമം പോയിന്റ് ഓഫ് AC MC is equal to AC. And one more point is MC cut AC at its lowest minimum point. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കത് ഉൾപ്പെടുത്താം. നെക്സ്റ്റ്, എ ടാൻജൻസി പോയിന്റ് ബിറ്റ്വീൻ ആൻ ഐസോകോണ്ട് ആൻഡ് ഐസോകോസ് ലൈൻ ഐഡന്റിഫൈ. ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ. ഒറ്റ വാക്കിൽ നമുക്ക് പറയാം ടാൻജൻസി പോയിന്റ് ഓഫ് ഐസോകോണ്ട് ആൻഡ് ഐസോകോസ് ലൈൻസ് ഈസ് ദി ലീസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് കോമ്പിനേഷൻ. പക്ഷേ ഇവിടെ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ ഏതാണ്? ഇവിടെ എന്താണ്? വേരിയസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഇവിടെ എന്താണ്? ലീസ്റ്റ് കോസ്റ്റ്ലി കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗിവൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ എന്താണ്? ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്നേ കൊടുത്തിട്ടുള്ളൂ, കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് ഇല്ല. അപ്പൊ നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ D ആണ് കറക്റ്റ്. Marginal rate of technical substitution is MRTS എന്ന് പറഞ്ഞാൽ എന്താണ്? It is a rate at which a producer is able to exchange without affecting the quantity of output produced a little bit of one input for a little bit of another input. Okay. Next, an isocon curve shows. എന്താണ് isocon എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ? It is an alternative combinations of two inputs or two products that can be produced using given level of input. അപ്പൊ ഇത് രണ്ടും ഓപ്ഷൻ എയും ബിയും സിയും ഒക്കെ നമുക്ക് കാണുമ്പോൾ എന്താണ് കറക്റ്റ് ആണെന്ന് തോന്നാം. പക്ഷെ എന്താണ് ഇവിടെയും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്താണ്? ബെസ്റ്റ് ചോയ്സ് ആണ്. സോ ഇവിടെ എന്താണ്? ഓൾ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഓഫ് ടു പ്രോഡക്റ്റ് ആൻഡ് ക്യാൻ ബി പ്രൊഡ്യൂസ് യൂസിങ് എ ഗിവൻ സെറ്റ് ഓഫ് ഇൻപുട്ട് ഫുള്ളി ആൻഡ് ദ ബെസ്റ്റ് പോസിബിൾ വേ. സോ ഓക്കെ, ഇപ്പൊ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Next, the value of best alternative foregone when decision is made defines. എന്താണ്? The value of best alternative foregone. Best alternative foregone എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്ത് വരണം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ? സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് foregone. ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ. എന്തുകൊണ്ടാണ്
ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം? വൈ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ്? ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ഇഫക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ദെൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓപ്പറേറ്റ്സ്. ഓക്കെ, ദെൻ ഡിഫറെന്റ് യൂസസ് ഓഫ് കമ്മോഡിറ്റി. ഇപ്പൊ നമ്മുടെ കമ്മോഡിറ്റീസിന് പല യൂസസ് ഉണ്ട് അല്ലെ? ദെൻ ഇൻക്രീസിങ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. ഈ സിറ്റുവേഷനിലൊക്കെ അതൊക്കെ കുറെ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് തുടരുന്നത്. സോ അപ്പൊ ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 1 തന്നിട്ടുണ്ട് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണെന്ന്. 2 എന്താണ്? മാർജിനൽ റിട്ടേൺസ് ആണ് റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ. ഓക്കെ, നോട്ട് കൺസംഷൻ. സോ substitution effect. So 1 and 3 are okay. 1 and 3 only. Option B ആണ് correct. So okay. Next, if hot dogs are inferior good, an increase in income will result. Hot dog inferior goods ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ, ഇൻഫീരിയർ ഗുഡ്സിന്റെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ല, ഒരു കൺസ്യൂമറിന്റെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഫീരിയർ ഗുഡ് വാങ്ങും? ഇല്ല അല്ലെ? ഇൻകം കൂടുമ്പോ അത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് എക്സെംഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോ ഗിഫൻ ഗുഡ്സും ഇൻഫീരിയർ ഗുഡിന്റെ ഒരു കൈൻഡ് ഓഫ് ഗുഡ് ആണ്. എന്തെന്ന് പറയുക? ടൈപ്പ് ഓഫ് ഗിഫൻ ഗുഡ് ആണ്, ഇൻഫീരിയർ ഗുഡ് ആണ് ഗിഫൻ ഗുഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ്? കൺസ്യൂമർ ഇൻകം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിഫർ ചെയ്യില്ല, അത് ഡിമാൻഡ് ചെയ്യില്ല അല്ലെ? ഓക്കെ, അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. A decrease in the quantity demanded for hot dogs. Good X and Y are close substitute. Good X ഉം Y ഉം close substitute ആണ്. If price of Y increases, what happens in the market for good X? അപ്പൊ നമുക്കറിയാം നമ്മുടെ ഡിമാൻഡ് കർവ് രണ്ട് രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാം. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ റൈറ്റ് വേർഡ് ഷിഫ്റ്റിനെ നമ്മൾ എന്തെന്ന് പറയും? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് കർവ് അല്ലെ? ഒരു ഔട്ട്വേർഡ് ഷിഫ്റ്റ്, ഇൻവേർഡ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോ ഈ ഔട്ട്വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ? ഡിമാൻഡ് കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എക്സും വൈയും ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ വൈയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത എന്ത് സംഭവിക്കും? ഗുഡിന്റെ എക്സിന്. ഗുഡ് എക്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും അല്ലെ? അപ്പോ ഒന്നിനു പകരം നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സ് ആണ് എക്സ് ആൻഡ് വൈ. അപ്പൊ എക്സിന്റെ വില, വൈയുടെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എക്സ് മേടിക്കുകയാണ് ചെയ്യുക. അപ്പൊ എക്സിന്റെ ഡിമാൻഡ് കൂടും. സോ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ദെൻ the concept of excess capacity in the long run is associated with which of the following? Excess capacity imperfect market competitionsലാണ് ഉള്ളത്. മൊണോപ്പൊളി, ഒലിഗോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക്കിലൊക്കെ എന്തുണ്ട്? എക്സസ് കപ്പാസിറ്റി ഉണ്ട്. എക്സസ് കപ്പാസിറ്റി പോസിബിൾ അല്ലാത്ത ഒരേ ഒരു മാർക്കറ്റ് ആണ്, ദാറ്റ് ഇസ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അത് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 ടു ദി ലിസ്റ്റ് 2. ഇവിടെ ഓക്കെ, നമുക്ക് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്താണ്? സുപ്പീരിയർ ഗുഡ്സിനാണ് അല്ലെ? നോർമൽ ഗുഡ്സിനും സുപ്പീരിയർ ഗുഡ്സിനും ഒക്കെ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ്. ദെൻ വാട്ട് അബൌട്ട് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി? ദാറ്റ് ഇസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഓക്കെ, ദെൻ പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ക്രോസ് ഇലാസ്റ്റിസിറ്റി എപ്പോഴും പോസിറ്റീവ് ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എപ്പോഴും എന്താണ്? യെസ്, കോംപ്ലിമെന്ററി ഗുഡ്സ്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി സുപ്പീരിയർ ഗുഡ്സ്, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഇൻഫീരിയർ ഗുഡ്സ്, പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി കോംപ്ലിമെന്ററി ഗുഡ്സ്. ഒരുപാട് ചോദ്യങ്ങളുടെ ഇത് നോട്ട് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത്, the point where total revenue is maximum correspond to. ടോട്ടൽ റവന്യൂ മാക്സിമം ആവുന്ന പോയിന്റിലെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ് അല്ലെ? അപ്പൊ നമ്മള് ഒരു സ്ട്രേറ്റ് ലൈനിൽ ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ടോട്ടൽ റവന്യൂ മാക്സിമം ആവുമ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആവും. ഓക്കെ,
ദെൻ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആവുമ്പോൾ MR ഇസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിമാൻഡ് ഇൻഇലാസ്റ്റിക്, ഡിമാൻഡ് MR ഇസ് നെഗറ്റീവ്. സോ ഡിമാൻഡ് യൂണിറ്റ് ഇലാസ്റ്റിക് ആവുമ്പോൾ എന്താണ്? യെസ്, ടോട്ടൽ റവന്യൂ ഇസ് മാക്സിമം. ഓക്കെ, ഇപ്പൊ ടോട്ടൽ റവന്യൂ മാക്സിമം ആവുന്ന പോയിന്റില് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ദെൻ MR നെഗറ്റീവ് ആവുന്ന പോയിന്റിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒരു 1-2 വട്ടമൊക്കെ ക്ലാസ് കാണാം. ദെൻ ക്വസ്റ്റ്യൻസ് മീൻസ് ആൻസേഴ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ദെൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ആ ഒരു ട്രാക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഇനി നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് മീൻസ് ക്ലാസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.